ഇതുപോലെ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫാബ്രിക് ഫോൾഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇലാസ്റ്റിക് എടുക്കേണ്ടതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നും ആണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സ്ലീവ് റൗണ്ടിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിടുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും ഒരു 2.5 2 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഞാനൊരു 1/4 ഇഞ്ചും 1.5 ഇഞ്ചും എക്സ്ട്രാ ആയിട്ട്, അതായത് ഏകദേശം ഒരു 2 ഇഞ്ചസ് മടക്കിയിട്ടാണ് വെക്കുന്നത്. മടക്കുന്ന രീതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഈ ഒരു എൻഡ് 1/4 ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് പിന്ന് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ മാറിപ്പോകരുത്. എന്നിട്ട് എല്ലാ ലെവലും കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ റിമൂവ് ചെയ്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ ബോർഡറാണല്ലോ വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തുകൂടെ നമ്മൾ ഇലാസ്റ്റിക്കിന് എത്രത്തോളമാണോ വിടുത്തുള്ളത്, ഇവിടെ ഞാൻ 1/4 ഇഞ്ച് വിടുത്തുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1/2 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിടുത്ത് വിടുക കേട്ടോ. എന്നിട്ട് അത് ത്രൂ ഔട്ട് മാർക്ക് ചെയ്യുക. കാരണം ഈ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് ഈ ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ മാർക്കിങ്ങിലൂടെ മാത്രം കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തോളൂ. അവിടെ ഗ്യാപ്പ് കുറഞ്ഞു പോയാൽ ഇലാസ്റ്റിക് വൃത്തിക്ക് നിൽക്കില്ല. ഇനി നമ്മൾ ഒരു ലോങ് പിന്നെടുത്തിട്ട് അല്ലെങ്കിൽ സാധാ പിന്നെടുത്തിട്ടാണെങ്കിലും ഈ ഒരു ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്യാപ്പിൽ കേട്ടോ, മാറിപ്പോവരുത്. പിന്നെ ഇത് കയറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ എൻഡിലുള്ള ഇലാസ്റ്റിക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുക. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജിലും നമ്മൾ പിന്നെ റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന ഇലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇത് റെഡിയാക്കുക. എന്നിട്ട് നോർമലി നമ്മൾ സ്ലീവ് എങ്ങനെയാണോ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക അതുപോലെ ചെയ്യുക. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഫിനിഷ് ആക്കി കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്കാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ.